Welcome back. Snaguru Open University Environmental Studies Block 1 Environment Natural Resources Unit 6 Energy Resources എന്ന പാഠത്തിലാണുള്ളത്. So without any further ado, let's get started. ഇത് വളരെ സിമ്പിളായ പാഠമാണ്. ഓക്കെ, അപ്പോൾ എനർജി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എനർജിയുടെ സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എനർജി നമുക്ക് കിട്ടുക, എങ്ങനെയൊക്കെയാണ് എനർജികൾ ഉള്ളത് എന്നുള്ളതൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി എക്സിസ്റ്റ് അല്ലെ. എനർജി പല രൂപത്തിലുണ്ട്. ഇലക്ട്രിക് ഉണ്ട്, കൈനറ്റിക് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള എനർജി സോഴ്സുകളും ഉണ്ട്. വി ഒബ്റ്റെയിൻ എനർജി ഫ്രം വേരിയസ് സോഴ്സസ് ലൈക്ക് ഫോസിൽ ഫ്യൂവൽസ്. എവിടെയൊക്കെയാണ് എനർജി സോഴ്സുകൾ കിട്ടുക, എനർജി കിട്ടുന്നത് എവിടെയൊക്കെയാണ് എനർജി കിട്ടുന്നത്? ഫോസിൽ ഫ്യൂവൽസ്, അതായത് ഈ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന പഴയ വസ്തുക്കളുണ്ടായത് എന്താ പറയാമെന്ന് അറിയില്ല, പുരാവസ്തു എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. പിന്നെ ഫ്ലോയിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളത്തിൽ നമുക്ക് എനർജി കിട്ടും. അതെങ്ങനെയാണ്? ഒന്നുമില്ല, ഒഴുകുന്ന വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, കറണ്ട് ഉണ്ടാക്കുന്നുണ്ട് വെള്ളത്തിൽ നിന്ന്. അതാണ് ഫ്ലോയിങ് വാട്ടർ ഉദ്ദേശിച്ചത്. അതേപോലെ ബയോമാസ് ഉണ്ടാക്കുന്ന, അറ്റോമിക് മിനറൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എനർജി റിസോഴ്സുകളെ മെയിനായിട്ട് രണ്ട് രൂപത്തിലേക്കായിട്ടാണ് കണ്ടിട്ടുള്ളത്. റിന്യൂവബിൾ വിഎസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് നമുക്ക് തിരിച്ചു വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റിയ റിസോഴ്സസ് ആണെങ്കിൽ റിന്യൂവബിൾ, തിരിച്ചുണ്ടാക്കാൻ പറ്റാത്ത ലിമിറ്റഡ് ആണ്, അത് തീർന്നു പോയ പോലെ ഉണ്ടാവും എന്നുള്ള പോലത്തുള്ളതാണെങ്കിൽ അതിനാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇത് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം നോക്കുക, റിന്യൂവബിൾ റിസോഴ്സിൽ ഏതൊക്കെയാണുള്ളത്? സോളാർ, വിൻഡ്, ഹൈഡ്രോ അല്ലേ. കാറ്റ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി എത്ര വേണേൽ നമുക്ക് ഉണ്ടാക്കാം. സോളാർ ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റി എത്ര വേണേൽ ഉണ്ടാക്കാം അല്ലേ. വെയിൽ തീർന്നു പോകുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്നൊന്നും നേർക്കാൻ പറ്റിയ ടൈപ്പ് സാധനമാണെങ്കിൽ അതിനാണ് റിന്യൂവബിൾ. വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റിയതാണെങ്കിൽ അതിന് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയും. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത, റിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് അല്ലേ, നമ്മൾ പെട്രോള്, ഈ സാധനമൊക്കെ ഭൂമിയിലുണ്ട്, അത് പൂറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർന്നു പോയ പോലെ ഉണ്ടാവും. അപ്പോൾ തീർന്നു പോകുന്ന സാധനമാണെങ്കിൽ നോൺ റിന്യൂവബിൾ. റിന്യൂ ചെയ്യാൻ പറ്റിയ, വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയും. ഇനി അടുത്തത് ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ്. അപ്പം ഈ എനർജി റിസോഴ്സിനെ രണ്ട് രീതിയിലായിട്ടാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എനർജി സോഴ്സസ് ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ് ഇൻ ടു മെയിൻ ഗ്രൂപ്പ്സ്. എനർജി സോഴ്സുകളെ പ്രധാനമായിട്ട് രണ്ട് രീതിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്ന് ഫോസിൽ ഫ്യൂവൽസ് ആണ്, മറ്റൊന്ന് ക്ലീൻ എനർജി സോഴ്സസ് ആണ്. ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുകയാണെങ്കിൽ ഭൂമി കുഴിച്ച് കിട്ടുന്ന സാധനങ്ങൾ, അതായത് പുകയും മാത്രമല്ല എന്നൊന്നും നിലനിൽക്കാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിൽ പെടുത്തും. അപ്പോൾ കോൾ പറഞ്ഞാൽ കൽക്കരി. പണ്ട് കൽക്കരി ആയിരുന്നു ട്രെയിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അത് ഇലക്ട്രിസിറ്റി എല്ലാത്തിലേക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ കോൾ എന്നുള്ളത് ഫോസിൽ ഫ്യൂവലാണ്. ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ. നാച്ചുറൽ ഗ്യാസ് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന വളരെ ശക്തമായ ഒരു കാറ്റിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് പറയും. ഓക്കെ, ഫോംഡ് ഫ്രം ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെ ഉണ്ടാവുന്നത്? ഓരോ ജീവജാലങ്ങൾ മണ്ണിനടിയിൽ, ഡിനോസറൊക്കെ പണ്ട് മണ്ണിനടിയിൽ കുടുങ്ങി പോയിട്ടുണ്ട്. അവകളൊക്കെ ഡീകമ്പോസ് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്നതാണ് പെട്രോളൊക്കെ, മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ടാണ്. റൈസ് എൻവയോൺമെന്റൽ കൺസേൺസ് ഡ്യൂ ടു എമിഷൻസ്. അതുകൊണ്ട് പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ പുകയിൽ നിന്നൊക്കെ പ്രകൃതിക്ക് കുറേ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു ക്ലീൻ എനർജി സോഴ്സ് അല്ല ഫോസിൽ ഫ്യൂവൽസ്. എങ്ങനെ? ഫോസിൽ ഫ്യൂവൽസ് പൂർണ്ണമായിട്ടും ക്ലീൻ അല്ല. അത് ഉപയോഗിക്കൽ കൊണ്ട് പുകയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം ക്ലീൻ എനർജി സോഴ്സുകളുണ്ട്, സോളാർ, വിൻഡ്. ഇത് ഉപയോഗിക്കൊണ്ട് പ്രശ്നമില്ല. കറണ്ടിൻ്റെ വണ്ടി ഓട്ടുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. കൺസിഡേർഡ് മോർ സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ്സ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതികളാണ് സോളാറും വിൻഡൊക്കെ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കൂടുതൽ എന്താ, നമുക്ക് റിന്യൂ ചെയ്യാനും പറ്റും, ഒരുപാട് ഉപയോഗിക്കാനും പറ്റും. സോളാർ എനർജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ക്യാപ്ചേർഡ് വിയ വോൾട്ടായിക് ഓർ സോളാർ തെർമൽ കൺവേർഷൻ. ഫോട്ടോ വോൾട്ടായിക് അല്ലെങ്കിൽ സോളാർ തെർമൽ കൺവെൻഷൻ എന്നീ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. വിൻഡ് എനർജി എന്ന് പറഞ്ഞാലോ, വിൻഡ് മില്ല് ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുക, അതിനാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ്. എന്താണ് ഫോസിൽ ഫ്യൂവൽസ്, എന്തൊക്കെയാണ് അതിൽ പെടുക? കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ആർ ഓൾ കൺസിഡേർഡ് ഫോസിൽ ഫ്യൂവൽസ്. കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെയാണ് മെയിനായിട്ടും ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അതായത് ഭൂമിൻ്റെ അടിയിൽ ഇത് എങ്ങനെ ഉണ്ടാകുന്നത് കണ്ടില്ലേ? ദേ ആർ ഫോംഡ് ഫ്രം ദ ഡീകമ്പോസ്ഡ് റിമൈൻസ് ഓഫ് ഏൻഷ്യന്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവാന്തരം, എന്താ ശിവാജിൻ്റെ കാലത്ത് എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് കാലങ്ങളിൽ മരിച്ചുപോയ, ചത്തുപോയ ജീവജാലങ്ങളെ കുഴിച്ചിട്ട് അവകൾ ഒരുപാട് കാലം ഡീകമ്പോസ് ചെയ്ത് ദാറ്റ് ഹാവ് ബീൻ ബറീഡ്, അവൾ കുഴിച്ചിടപ്പെട്ടു, സബ്ജക്റ്റഡ് ടു ഇമ്മൻസ് പ്രഷർ. ഒരുപാട് പ്രഷർ അതിൻ്റെ മേളിൽ വന്നപ്പോൾ, ഈ ഹീറ്റും പ്രഷറൊക്കെ അതിന് മേലുണ്ടായപ്പോൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് ഉണ്ടായ സാധനമാണ് ഫോസിൽ ഫ്യൂവൽസ്. ഒരുപാട് കാലത്തിന് ശേഷം ഈ ഒരു ഡൈനോസറൊക്കെ കൂടെ അങ്ങനെ ചുരുങ്ങിക്കൂടി ഉണ്ടായ ഒരു സാധനമാണ് എന്ത്, പെട്രോളും ഡീസലും ഒക്കെ.
fossil fuels. Concerns ഇതിനെ കൊണ്ടുള്ള പ്രശ്നം എന്താണ്? The burning of fossil fuels releases harmful greenhouse gases and pollutants in the atmosphere. അല്ലേ, ഇതൊക്കെ ഉപയോഗിക്കൽ കൊണ്ട് ഒരുപാട് പുകയുണ്ടാവുന്നുണ്ട്. ഇത് പ്രകൃതിക്ക് വൻ ദുരന്തമാണ്. ഓസോൺ ലെയർ തകർന്നു കളയും. ഇതൊക്കെ എന്തിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്? ഫോസിൽ ഫ്യൂൽസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചും എയർ പൊല്യൂഷനും എല്ലാം ഉണ്ടാകുന്നു. ഇനി ക്ലീൻ എനർജി സോഴ്സുകളാണ് നമ്മൾ പറഞ്ഞതാണ്. There are alternative energy sources that are considered more sustainable and environmentally friendly compared to fossil fuels. അതായത് പ്രകൃതിക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാനും എന്നൊന്നും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള പ്രകൃതിക്ക് ദുരന്തമല്ലാത്ത ക്ലീൻ എനർജി സോഴ്സുകൾ ഉപയോഗിക്കലാണ് കൂടുതൽ നല്ലത്. അവകളിൽപ്പെട്ട ഒന്നാണ് സോളാർ എനർജി. അല്ലേ, സൺസ് എനർജി ക്യാൻ ബി ക്യാപ്ചേർഡ്. സൂര്യനിൽ നിന്നുള്ള എനർജി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആൻഡ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിസിറ്റി, കറണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അല്ലേ, നമുക്ക് സോളാർ പാനൽ വെച്ച് കൊടുത്താൽ കറണ്ട് കിട്ടും. ഇത് രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഒന്ന് ഫോട്ടോവോൾട്ടായിക്, അതായത് PV കൺവേർഷൻ എന്ന് പറയും. സോളാർ പാനൽ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് ഫോട്ടോവോൾട്ടായിക് കൺവേർഷൻ എന്ന് പറയും. അതായത് സോളാർ പാനൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ ഫോട്ടോവോൾട്ടായിക്. ഇനി വേറെ ഒന്നുണ്ട്, സോളാർ തെർമൽ കൺവേർഷൻ. ദിസ് മെത്തേഡ് യൂസസ് കോൺസെൻട്രേറ്റഡ് സൺലൈറ്റ് ടു ഹീറ്റ് എ ഫ്ലൂയിഡ് വിച്ച് ദെൻ ജനറേറ്റ്സ് സ്റ്റീം ടു ഡ്രൈവ് ടർബൈൻസ് ആൻഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ സൂര്യ വെളിച്ചം എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും കുറച്ച് വെള്ളത്തിലേക്ക്. വെള്ളം ചൂടാവും, ആ വെള്ളത്തിൻ്റെ ചൂടിൽ നിന്ന് ആവി പൊന്തും. ആ ആവി ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് കറണ്ട് ഉണ്ടാക്കുക. ഓക്കെ, അതങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതാണ് സോളാർ തെർമൽ കൺവേർഷൻ. അപ്പോൾ ഒന്ന് നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്ന സോളാർ പാനൽ വെക്കുക. രണ്ടാമത് സൂര്യ വെളിച്ചം കൊണ്ട് വെള്ളം ചൂടാക്കി ആവിയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വിൻഡ് എനർജിയാണ്, ക്ലീൻ എനർജിയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് വിൻഡ് ടർബൈൻസ് കറങ്ങിക്കൊണ്ടുണ്ടാവുന്ന സാധനമാണ്. വിൻഡ് ടർബൈൻ കറങ്ങുന്നതനുസരിച്ചിട്ട് കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. അതായത് മോട്ടർ കറങ്ങുമ്പോൾ കറണ്ട് കിട്ടുന്നു. ഇതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. വിൻഡ് എനർജി ആകുമ്പോൾ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ കാറ്റുള്ളടത്ത് പോയി നിൽക്കണം, കാറ്റ് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു ബാക്ക്ലാഷും കൂടിയാണ്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആക്കി പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സോളാർ എനർജി. സോളാർ എനർജി ഉപയോഗിച്ചാലുള്ള ഉപയോഗം, അഡ്വാൻറ്റേജ്, ഉപകാരം എന്താണ്? റിന്യൂവബിൾ ആണ്. എല്ലാ കാലത്തും എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് സോളാർ എനർജി ഉണ്ടാക്കാൻ പറ്റും. ക്ലീൻ ആണ്. ഒരു ദുരന്തവും സോളാർ എനർജി ഉപയോഗിക്കൊണ്ട് ഉണ്ടാകുന്നില്ല പൊതുവിൽ. അല്ലേ, പുകയും കാറ്റും വേറെ റിസ്ക്കുകളൊന്നുമില്ല. ലോ മെയിൻ്റനൻസ്, അധികം റിസ്ക് ഒന്നുമില്ല. ഒരു സോളാർ പാനൽ വെച്ച് 2 ബാറ്ററി വെച്ച പരിപാടി കഴിഞ്ഞു. മറ്റത് നമ്മൾ ഒരു പെട്രോൾ ഉണ്ടാക്കണമെങ്കിൽ ഭൂമി കുഴിച്ചെടുത്ത് ഉണ്ടാക്കി വെള്ള പുക മൊത്തം സഹിക്കും വേണം. അപ്പോൾ ലോ മെയിൻ്റനൻസ് മതി. എന്തിന്? സോളാർ എനർജി നിലനിർത്തണമെങ്കിൽ. റെഡ്യൂസ് റിലയൻസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസ് അധികം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് സോളാർ എനർജി ഉപയോഗിച്ചാൽ മതി. ഫോസിൽ ഫ്യൂൽസ് സേഫായി ഭൂമിയിൽ തന്നെ കിടന്നോട്ടെ. പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസ് പ്രോപ്പർട്ടി വാല്യൂ. സോളാർ പാനലുള്ള വീടുകൾക്ക് കൂടുതൽ വില വരും. അല്ലേ, സോളാർ പാനലൊക്കെ 2 ലക്ഷം രൂപയൊക്കെ വെച്ചാൽ അത്യാവശ്യം ഒരു വീടൊക്കെ കത്തിച്ച് നടക്കാം. അപ്പം അങ്ങനെ സോളാർ പാനൽ വെക്കൽ കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നു. സ്കെയിലബിലിറ്റി, നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. എണ്ണം കൂട്ടുന്നതനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും സോളാർ എനർജി കൂട്ടാൻ പറ്റും. അല്ലേ, എത്ര സോളാർ പാനൽ വെക്കുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ എനർജി കിട്ടും. അതേസമയം ഭൂമിയിൽ നിന്ന് നമ്മൾ എടുക്കുന്നതനുസരിച്ചേ കിട്ടുള്ളൂ. പിന്നെ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ്. ഗവൺമെൻറ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ സോളാർ പാനൽ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ സോളാർ വണ്ടികൾ ഉപയോഗിച്ചിട്ടുള്ള യാത്രകൾക്ക് കൂടുതൽ പരിഗണന, അവർക്ക് വില കുറവൊക്കെ ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ചുരുക്കി പറഞ്ഞാൽ, സബ്സിഡീസ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് വിൻഡ് എനർജി. അപ്പോൾ ഇതെന്തിനുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വലിയൊരു മാറ്റം സോളാർ എനർജിയിൽ നിന്നും വിൻഡ് എനർജിയിലേക്കൊക്കെ മാറുന്ന കാലമാണ്. ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ നമ്മളോട് ഒരു കാലത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് വിൻഡ് എനർജി. വിൻഡ് എനർജി കൊണ്ടുണ്ടാവുന്ന മെറിറ്റ്സ്, അതിൻ്റെ ഡിമെറിറ്റ്സ്. പ്രോസ് കോൺസ് എന്ന് പറയാം. പ്രോസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ്സ്, നല്ല കാര്യങ്ങൾ. ഡിമെറിറ്റ്സ് പറഞ്ഞാൽ കോൺസ്, അതിനുകൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങൾ. അപ്പോൾ വിൻഡ് എനർജി കൊണ്ടുണ്ടാകുന്ന പ്രോസ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ ആൻഡ് ക്ലീൻ, എല്ലാ കാലവും ഉപയോഗിക്കാൻ പറ്റിയ, റിന്യൂ ചെയ്യാൻ പറ്റിയ സാധനമാണ്. സോളാർ എനർജിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ട്. കോസ്റ്റ് എഫക്റ്റീവ്, അധികം റിസ്ക് ഇല്ല. പൈസ കൊടുക്കുന്നതിനനുസരിച്ച് ലാഭമുണ്ട്. ഒരുപാട് പെട്രോളും പൈസ ചിലവാക്കുന്നതിന് പകരം 2 ഫാൻ വെച്ചാൽ കറണ്ട് കിട്ടും. പിന്നെ ലാൻഡ് ഫ്രണ്ട്ലി, അതായത് പ്രകൃതിക്ക് വലിയ ദുരന്തങ്ങളൊന്നുമില്ല, ഭൂമി പൊയ്ക്കൊന്നും വേണ്ട, 2 ഫാൻ ഇങ്ങനെ കുത്തി നിറക്കി വെക്കാനുള്ളൂ. അപ്പോൾ പ്രകൃതിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്, എക്കോ ഫ്രണ്ട്ലി ആണ് വിൻഡ് എനർജി. പിന്നെ ജോബ് ക്രിയേഷൻ, ഒരുപാട് ആളുകൾക്ക് ജോബ് ഉണ്ടാക്കുന്നു. അല്ലേ, ഈ ഫാനൊക്കെ ആകുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോൾ നമുക്ക് ഒരുപാട് ജോബ് ക്രിയേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് കോൺസ്, അതിനെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഇൻകൺസിസ്റ്റൻറ്റ് വിൻഡ്, കാറ്റ് എപ്പോഴും ഒരുപോലെ വരില്ല. ചില സമയത്തെ കാറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളെ കറണ്ട്, നമുക്ക് അതിനോട് എന്താ പറയുക, ഒരു ഫാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കണ്ണുപൂട്ടി ഇരിക്കാൻ പറ്റില്ല. കാറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ വിഷ്വൽ ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ഫാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഫാൻ ഒന്നും ആയിരിക്കില്ല. വിൻഡ് മില്ല് കണ്ടിട്ടുണ്ടോ? വളരെ വലുതായിരിക്കും. അപ്പോൾ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാനില്ല. വലിയൊരു സാധനം മുന്നിൽ വന്നൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ കാഴ്ചക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ
എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡ് എനർജി പ്രശ്നമാവുന്നുണ്ട്, വിൻഡ് മില്ല് വെക്കുമ്പോൾ പ്രശ്നമാവുന്നുണ്ട്. ഒക്കെ വെറുതെ കാരണം പറയാമെന്ന് കേട്ടോ, അത് എഴുതി വെക്കാനുള്ള ഓരോ കാരണങ്ങളാണ്, പുറത്ത് വെച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. വൈൽഡ് ലൈഫ് കൺസേൺസ്, ചിലപ്പം കറങ്ങുന്ന ഫാനിൻ്റെ അടുത്ത് കൂടെ കാക്ക പറഞ്ഞാൽ കാക്കനെ ഫാൻ ഇടിച്ച് കൊല്ലും. അപ്പം മൃഗജീവികൾക്ക് എന്താണ്, അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ലിമിറ്റഡ് പ്ലേസ്മെന്റ്, എല്ലായിടത്തും കൊണ്ട് വെക്കാൻ പറ്റൂല, അല്ല നല്ല കാറ്റുള്ള അവിടുത്തെ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റില്ല, ലിമിറ്റഡ് പ്ലേസ്മെന്റ് ആണ് എന്നുള്ളതും വിൻഡ് എനർജിന്റെ ഒരു കോൺസ് ആണ്, അതായത് ഡീമെറിറ്റ് ആണ്, അതായത് പ്രശ്നമാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൂടുതലായിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അതർ എനർജി സോഴ്സസ്, വേറെയും ഒരുപാട് എനർജി സോഴ്സുകളുണ്ട്. അതിലൊന്ന് ബയോഗ്യാസ് ആണ്, അല്ലെ, നമ്മുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി അതിൽ നിന്ന് ഒരു 1.5 ഗ്യാസ് വരും. ആ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബയോഗ്യാസ് ആക്കി യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഡീകമ്പോസ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബയോഗ്യാസ് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അതാണ് ബയോഗ്യാസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, മീഥെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ്. ഓർഗാനിക് വേസ്റ്റ്, ജീവജാലങ്ങളുടെ വേസ്റ്റിൽ നിന്നും ഉണ്ടാവുന്ന മെയ്തെയിൻ ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എനർജി എടുക്കുകയാണെങ്കിൽ അതിന് ബയോഗ്യാസ് എന്ന് പറയും. പിന്നെ ടൈഡൽ പവർ എന്ന് പറയുന്നുണ്ട്, അതായത് ഈ ഒരു നമ്മുടെ ഡാമുകളിൽ ഉണ്ടാവുന്ന ടൈഡുകൾ, അതായത് വെള്ളം താഴേലും മുന്തലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ പോക്ക് ഉപയോഗിച്ചിട്ട് കൂടുതൽ കറണ്ട് ഉണ്ടാക്കുക. ആ ടൈഡ് ഉപയോഗപ്പെടുത്തി കറണ്ട് ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുക, ടൈഡൽ പവർ എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്, ടൈഡൽ പവറിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെയും പറയാം, വെള്ളം ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ ടൈഡൽ പവർ എന്ന് പറയാം. ന്യൂക്ലിയർ എനർജി ഒരു സംഭവമുണ്ട്, യൂസസ് ന്യൂക്ലിയർ ഫ്യൂഷൻ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അതായത് ഈ അതിങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ വേണ്ടി പറയുകയാണ്, ന്യൂക്ലിയർ എനർജി ഉണ്ടാകുന്നത്, ന്യൂക്ലിയർ ബോംബിട്ട് എങ്ങനെ സംഭവിക്കുന്നത്, 2 ന്യൂക്ലിയസ് യുറേനിയത്തിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിൽ ഇടിച്ചിട്ടാണ് ഈ ന്യൂക്ലിയർ വാറൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് കുറച്ച് ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് കെമിസ്ട്രി പരമായിട്ടൊക്കെ ന്യൂക്ലിയസിനെ 2 തമ്മിൽ ഇടിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ശക്തിയിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ന്യൂക്ലിയർ എനർജി എന്ന് പറയും. അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ എപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതാ പറഞ്ഞത്. അപ്പോൾ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാക്കുന്ന എനർജി ആണെങ്കിൽ ന്യൂക്ലിയർ എനർജിയാണ്. അതിന് മെയിൻ പ്രശ്നം സേഫ്റ്റി കൺസേൺസ് ആണ്, പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ജിയോ തെർമൽ എനർജി പറഞ്ഞാൽ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഹീറ്റ് ഇങ്ങനെ വരും. നമ്മുടെ ഭൂമിയിലൂടെ നിന്ന് ലാവ വരുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ ഹീറ്റ് വരും, കുറേ ചൂടുകാറ്റ് ഇങ്ങനെ വരും ഭൂമിൻ്റെ അടിയിൽ നിന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അവിടെ നിന്നാൽ തെറിച്ചു പോകും. അങ്ങനത്തെ ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചിട്ട് എന്താണ് ടർബൈൻ കറക്കി ഫാൻ കറണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ജിയോ തെർമൽ എനർജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 4 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു മാത്രം ഡെഫിനിഷൻ മാത്രം ഓർത്ത് വെക്കുക, സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് വന്നാൽ ഡീറ്റെയിലാക്കി എഴുതി കൊടുത്താൽ മതി. ഇനി ഇതിലെ അവസാനത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും തീർച്ചയായും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടിയ ഒരു സാധനമാണ് ഹൈഡ്രജൻ, ഫ്യൂൽ ഓഫ് ദി ഫ്യൂച്ചർ. ഭാവിയിലേക്ക് എങ്ങനെയായിരിക്കും ഫ്യൂൽ കൊണ്ട് നടക്കുക? നമ്മുടെ ഭൂമിയുടെ ഏകദേശം 70% എന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈഡ്രജനാണ് ഭൂമിയിലുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ വലിയ ലാഭമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഭാവിയിൽ യാത്രകൾ സുരക്ഷിതമാക്കാം എന്നുള്ളതൊരു ചർച്ചയാണ്. അപ്പോൾ ഹൈഡ്രജൻ ഈസ് എ പൊട്ടൻഷ്യലി ക്ലീൻ ഫ്യൂവൽ സോഴ്സ് വിത്ത് മിനിമൽ എമിഷൻസ്. ഹൈഡ്രജൻ ഉപയോഗിച്ചാൽ പുക ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാവിയിൽ നമുക്ക് ഫ്യൂവലാക്കി ഉപയോഗിക്കാൻ പറ്റിയ സാധനം. കാരണം അതിനെന്താണ്, ക്ലീൻ ഫ്യൂവൽ സോഴ്സ് ആണ്, അതിന് റിസ്ക് ഇല്ല. ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ്. പല തരത്തിലുള്ള സാധനങ്ങളിൽ നിന്നും ഹൈഡ്രജൻ ഉണ്ടാക്കാം, നാച്ചുറൽ ഗ്യാസ് ഉണ്ടാക്കാം, വാട്ടർ ഇലക്ട്രോസിസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്നൊക്കെ ഉണ്ടാക്കാം. അതിന് മെയിൻ പ്രശ്നം എന്താണ്, ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക് ആണ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതൊന്ന് കണ്ടെയ്ൻ ചെയ്യാൻ ഹൈഡ്രജൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് കത്തുന്നതാകുമ്പം വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള കൺഫൈൻമെൻറ്റ്, അതിനനുസരിച്ചുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് അത് ഭയങ്കര റിസ്ക് ആണ്. അതാണ് ഹൈഡ്രജൻ ഫ്യൂവലാക്കി ഇന്ന് നമുക്ക് മുന്നിലെത്താത്തതിൻ്റെ മെയിൻ കാരണം. എങ്കിലും ഭാവിയിൽ ഹൈഡ്രജൻ വെച്ച് ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി റീക്യാപ്പ് ആണ്, വളരെ സിമ്പിൾ വേർഡായിരുന്നു. എനർജി എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എബിലിറ്റി ടു ഡു വർക്ക്. ഒരു പണി ചെയ്യാൻ ഉള്ള കഴിവിനാണ് എനർജി എന്ന് പറയാം. എനർജി ഉണ്ടെങ്കിൽ കഴിവ് ചെയ്യാൻ കഴിയും, അല്ല ഒരു പണി ചെയ്യാൻ കഴിയുള്ളൂ. കംസ് ഇൻ വേരിയസ് ഫോംസ് ആൻഡ് ഫ്യൂവൽസ് ആർ അവൈലബിൾ. പല രീതിയിലും എനർജി ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ആയിട്ടുണ്ടാവും, അല്ലാത്തതുണ്ടാവും, നമ്മൾ പറഞ്ഞു അല്ലേ, പല ഫ്യൂവലായിട്ടുണ്ടാവും, പല രീതിയിലും എനർജി ഉണ്ടാവാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന എനർജി ആണോ നമുക്ക് കറണ്ട് പെട്രോൾ വണ്ടിക്ക് വെച്ച് കൊടുത്താൽ കിട്ടുന്ന എനർജി? അല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പല കോലത്തിലും എനർജി ഉണ്ടാവുന്നു. വി റിലൈ ഓൺ 2 മെയിൻ റിസോഴ്സസ്. 2 മെയിൻ റിസോഴ്സസ് ആണുള്ളത്. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ് ആണ്, സോളാർ ആൻഡ് വിൻഡ്. എല്ലാ കാലത്തും റിന്യൂ ചെയ്ത് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് റിസോഴ്സസുകളാണെങ്കിൽ അതിന് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയും. ഉദാഹരണം സോളാറും വിൻഡും. എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന ടൈപ്പ് ആണെങ്കിൽ അതിന് പൊതുവെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നാണ് പറയാം. ഉദാഹരണം ഫോസൽ ഫ്യൂവൽസ്. അത് വളരെ കുറച്ചേ കിട്ടുള്ളൂ, എല്ലാ കാലത്തും കിട്ടൂല, ഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റ് അല്ല.
പിന്നെ ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ് പോസസ് എ സീരിയസ് ത്രെറ്റ് ആസ് ഇറ്റ് പൊല്യൂട്ട്സ് ദ എയർ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ഫ്യൂസൽ ഫ്യൂവൽസ് കത്തിക്കൽ കൊണ്ട് പ്രകൃതിക്ക് വലിയ ദുരന്തം ഉണ്ടാകുന്നു, കാറ്റ് മൊത്തം നശീകരണം ഉണ്ടാകുന്നില്ലേ, പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഡൽഹിയിലൊക്കെ പടക്കം പൊട്ടിക്കുന്നതിന് നിരോധനം തന്നെ കൊടുത്തത്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്കങ്ങനെ രാവിലെ സമയങ്ങളിൽ സ്മോഗ് കാരണം ഒരു പുക പോലെ അങ്ങനെ മൂടൽമഞ്ഞ് നിൽക്കുന്നത് കാരണം നാം മുന്നോട്ട് കാണില്ല, അത്രയും പ്രകൃതി ദുരന്തമാണ്, ഐ മീൻ എയർ പൊല്യൂഷൻ ഉണ്ട്. അപ്പം ഫോസൽ ഫ്യൂൽസ് കത്തിക്കുക എന്നുള്ളതും വലിയ പ്രശ്നമാണ് പുക കാരണം. പിന്നെ ക്ലീൻ എനർജി സൊല്യൂഷൻസ് ആർ ക്രൂഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. നല്ലൊരു ഭാവിക്ക് നിന്ന് നിലനിൽക്കുന്ന ഒരു ഭാവി വേണമെങ്കിൽ ക്ലീൻ എനർജി, അതായത് ഇലക്ട്രിസിറ്റിയിലേക്കൊക്കെ നമ്മൾ റിന്യൂവബിൾ എനർജിയിലേക്ക് നീങ്ങൽ നമ്മളെ ബാധ്യതയാണ്. സോളാർ, വിൻഡ്, ബയോഗ്യാസ്, ജിയോ തെർമൽ എനർജി ഇവകളൊക്കെയാണ് നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്ന ശക്തികൾ. ഹൈഡ്രജൻ എ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഫ്യൂൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ് വിത്ത് മിനിമം എമിഷൻ. ഹൈഡ്രജൻ എന്നുള്ളത് ഭാവിയുടെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഫ്യൂവലാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് രീതികളിൽ നമുക്ക് ഉണ്ടാക്കാനും ഒരുപാട് യാത്രകൾ ചെയ്യാനും നമ്മൾ സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് എനർജി സോഴ്സസ് ആൻഡ് ദിയർ ഇമ്പാക്ട് ഇസ് കീ ടു ക്രിയേറ്റ് എ മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. നല്ലൊരു ഭാവി കിട്ടണമെങ്കിൽ എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എനർജി കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉപകാരങ്ങളെല്ലാം പഠിക്കൽ നിർബന്ധമാണ്. ബൈ പ്രൊമോട്ടിംഗ് ക്ലിയർ എനർജി സൊല്യൂഷൻ, ക്ലീൻ എനർജി സൊല്യൂഷനുകൾ പ്രൊമോട്ട് ചെയ്യൽ കൂടെ ആൻഡ് റെഡ്യൂസിംഗ് റിലയൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഫ്യൂവൽസ് അധികമായി ഉപയോഗിക്കാതെ ഇരിക്കുകയും ചെയ്യൽ കൊണ്ട് വി ക്യാൻ എൻഷുർ എ ഹെൽത്തിയർ പ്ലാനറ്റ് ഫോർ ജനറേഷൻസ് ടു കം. നമുക്ക് നമ്മുടെ ഭൂമി മുന്നോട്ട് വരുന്ന നമ്മളെ മക്കളും നമ്മളെ മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ എന്നെന്നും ഉപകാരപ്പെടുന്ന ഒരു ലോകമാക്കി മാറ്റണമെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് പെട്രോൾ ഉപയോഗം കുറച്ച് ഇലക്ട്രിക് വണ്ടി വാങ്ങണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതന്നെ നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗൈഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വൈകാതെ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. ടേക്ക് കെയർ.